സന്തോഷത്തിലാണല്ലോ. ഓ സന്തോഷമല്ലേ. എന്തോ പ്രത്യേക ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ, ടീച്ചറും നല്ല ചുമപ്പല്ല, ചുമപ്പിനോട് സാമ്യമുള്ള സാരിയും ഡിഷും എല്ലാം ചെയ്യുമല്ലേ. ചാമ്പയ്ക്ക കൊണ്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അതെ, ചാമ്പയ്ക്ക കൊണ്ടൊരു ചമ്മന്തി. അതായത് നമ്മളെ തോട്ടത്തിൽ അല്ലെങ്കിൽ ചാമ്പയ്ക്ക ഉണ്ടാകുന്ന മരത്തിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാം, ഒരുപാട് ചാമ്പയ്ക്ക വീട് നശിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ അത് നമ്മളെ വീട്ടിലേക്കുള്ള ഒരു കറിക്ക് ഉപയോഗപ്പെടുത്തിയാൽ അത് എല്ലാവരും വയറ്റിലും ചെല്ലും അല്ലേ. ശരിക്കും ഒരു കാര്യം ചോദിച്ചിട്ടാ, ചാമ്പയ്ക്കയാണോ ചാമ്പങ്ങയാണോ? അത് രണ്ടും പറയും. ഈ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറയുന്ന പോലെ ചാമ്പയ്ക്കാന്നും പറയും, ചാമ്പങ്ങാന്നും പറയും. പക്ഷെ ഇത് കണ്ടാൽ എല്ലാവർക്കും അറിയാം, അവർ പറയുന്ന ഭാഷയിൽ അവർ മനസ്സിലാക്കും. ഞാൻ ചാമ്പങ്ങാന്നാ പറയാ. അതല്ലേ, ഞാൻ ചാമ്പയ്ക്കാന്നാ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചാമ്പങ്ങാന്നും പറയാം, ഞാൻ ചാമ്പയ്ക്കാന്ന് പറയാം. ഓക്കെ, ഒരു അക്ഷരത്തിന്റെ ഒരു പെശകല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചാമ്പങ്ങ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അതെ, അതിലത്തെ കുരു ഉണ്ടാവുന്നു. ആ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം ചാമ്പങ്ങ വീട്ടിലുള്ളവർക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കാം. വീട്ടില്ലാത്തവർ അടുത്ത വീട്ടിൽ പോയി ഉള്ളിടത്ത് പോയിട്ട് പറിച്ചുകൊണ്ട് വരും. എന്തായാലും വലിയ പൈസ മുടക്കില്ല. ഇല്ല, വെറുതെ പോകുന്നതായതുകൊണ്ട് കുറച്ച് തരുമോ ചോദിച്ചാൽ ആരും പറിച്ച് തരും, അല്ലെങ്കിൽ പറിച്ചെടുത്തോളാൻ പറയും. അതെ, ചാമ്പങ്ങ ശരിക്കും കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ്. പിന്നല്ലേ, പിന്നെ ഈ എന്താ പറയുന്നത്, ചാമ്പങ്ങ അല്ലേ, ഞാൻ ആ ഭാഷ എന്ന് പറയാം കേട്ടോ. ഈ ചാമ്പങ്ങ കൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കാം. വൈനാണോ? വൈനെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ടേക്ക് പോകണ്ട, കുറേ ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കിക്കായി പോകും. ഇത് കുറച്ച് നല്ലോണം കഴുകിയിട്ട് ഒന്നുകിൽ ശർക്കര ചതച്ചത്, കല്ലില്ലാത്ത ശർക്കര, അതൊരു ഈ കുപ്പിയുടെ പൊട്ടുന്ന കുപ്പി പോലത്തുള്ള ജാറ് വേണം. ഇപ്പോൾ പ്ലാസ്റ്റിക്, അത് പാടില്ല. അതിൻ്റെ അടിയിലിടുക, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചാമ്പയ്ക്ക ഇടുക. പിന്നെ അതിൻ്റെ മേലെ അങ്ങനെ ആ കുപ്പിയിൽ ഒരു അര ഭാഗം മതി. ബാക്കി അത് എന്താ പറയുക, ഗ്യാപ്പ് വേണം അതിന്. അപ്പോൾ ഇതിൽ നിന്നൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുപ്പി പൊട്ടിത്തെറിച്ചു പോകും. എന്നിട്ട് കുറച്ച് ദിവസം, ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിലത്തെ ജ്യൂസൊക്കെ അങ്ങനെ ഇറങ്ങി വരും, ഇത് വെളുത്ത് പോയി പോകും. അപ്പോൾ അത് പിള്ളേർക്ക് ഇത്തിരി കൊടുക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ചാമ്പങ്ങ ജ്യൂസല്ല, ചാമ്പങ്ങ വൈനായാലും പറയുക, വൈനാണ് പറയുക. ഞാൻ ചാമ്പങ്ങ വൈൻ കഴിച്ചിട്ടുണ്ട്, ചാമ്പങ്ങന്റെ ചമ്മന്തി കഴിച്ചിട്ടില്ല. ഇല്ല, ഇന്നിപ്പോ ചമ്മന്തി കഴിക്കാം. ഓക്കെ. എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ചാമ്പങ്ങ ചതക്കണേ, ആദ്യം ചതക്കട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ചതച്ചേക്കാം. അതെ, ചതച്ച് തരണ്ടല്ലോ. വേണ്ട. അപ്പോൾ ഈ ചാമ്പങ്ങ നമുക്ക് ഓരോന്നായിട്ട് ഇടിച്ചെടുക്കാവേ. നല്ല ചതച്ചാൽ മതി. അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചതയ്ക്കാൻ പറ്റില്ല, ഒന്നിച്ചൊക്കെ ഇട്ട് ചതയ്ക്കാം. അപ്പോൾ അടിയിലത്തത് ഇതുപോലെ ചതച്ചിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓ, വെള്ളം ഉണ്ടാവട്ടെ അതിൽ. അതിൻ്റെ ജ്യൂസാണ്, അതൊന്നും കളയണ്ട. ഇനി നമുക്കിതിലോട്ട് ഈ ഉള്ളി ചതച്ചെടുക്കാം. അപ്പം ചതയ്ക്കുന്ന ഉള്ളിയും ചതയ്ക്കുന്ന അതും അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഉള്ളിയും നമ്മളങ്ങനെ ചതച്ചിട്ടുണ്ട്. ഓ, അതിൻ്റെ ഒരു സൈഡിലിട്ടാൽ മതി. ഏതായാലും ഇപ്പോൾ വറപടുമ്പോൾ അത് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചതച്ച് വെച്ചല്ലോ. ഇനി നമുക്ക് ചാമ്പങ്ങ ചമ്മന്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. അടുത്ത പ്രധാന ഭാഗം അതന്നെ, അതിന് നമുക്കിതൊന്ന് കത്തിക്കാം. വെള്ളം പോകണേ, ഇതിലത്തെ പാനിലത്തെ വെള്ളം വറ്റണം. വെള്ളം പാടില്ലല്ലോ എണ്ണ ഒഴിക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ മൂത്ത് വരുമ്പോൾ കടുകിടാവേ.
ശരിക്കും നമ്മൾ എത്ര ചാമ്പങ്ങയായിരുന്നു എടുത്തിരുന്നത്? ഇതിലിപ്പോൾ ഒരു 8 ചാമ്പക്കയുണ്ട്. അതുപോലെ ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ ഉള്ളിയുണ്ട്. ഒരു അതിപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചാമ്പയ്ക്ക കൂടുതലെടുക്കാം. അല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതലെടുക്കാം. ഇനിയിപ്പോൾ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏകദേശം അളവ് ഇതാണ്. അതെ അതെ അതെ. കടുകിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ടേസ്റ്റ് വരാൻ മാത്രം. 2-3 വെളുത്തുള്ളി. അതെ, രണ്ട് എന്ന് പറയാൻ ഒരു 3 അല്ലി 4 അല്ലി ഉണ്ടാവുള്ളൂ, അത്ര വെളുത്തുള്ളി. പട്ടട്ടെ. അത് ഇതിലിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ്? വെളുത്തുള്ളിയും ഇഞ്ചിയും. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി മതി. അത് മൂത്ത് വരുമ്പം അതിലിട്ട് പച്ചമുളക്, ഇതിലൊരു 3 പച്ചമുളക് ഞാൻ ഇങ്ങനെ ഒരു സൈഡായിട്ട് കീറിയിട്ടുണ്ട്. അതും ഒന്ന് മൂക്കട്ടെ. ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതതിലോട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചതായതുകൊണ്ട് അതിന് നീരുണ്ട് കേട്ടോ. മുറിക്കുമ്പോൾ ആ നീരൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ലേശം ഒന്ന് പൊട്ടും. ഇത് പൊട്ടുമ്പോൾ അപ്പോൾ മാറി നിൽക്കണം. ചൂടായിട്ട് ഇതാ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒന്ന് അതിൽ എണ്ണയിൽ കിടന്നിട്ടൊന്ന് പൊള്ളിയ പോലെ വരും. നല്ലതാണത്. അപ്പോൾ അതിലോട്ട് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് ഗ്രോ ബാഗിലൊക്കെ വെച്ച് ഉണ്ടാക്കാം. വീട്ടിൽ വലിയ സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഗ്രോ ബാഗിൽ വെച്ച് ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാതെ. അതെത്ര എരിവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് വേണ്ടവർ കൂടുതലിടാം. അതെ, പാകത്തിന്. പിന്നെ അതിലോട്ട് നമ്മൾ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുക്കുമ്പം തന്നെ തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തേങ്ങ മൂത്ത് കിട്ടാൻ വേണ്ടി. അത് പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ പഞ്ചസാര ഇടാം. ഇത് ഉപ്പിടുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റായിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയ സമയമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചില പൊടിക്കൈയൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഇതിലോട്ട് നമ്മളെ മെയിൻ സാധനമായ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാവേ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒഴിക്കണ്ട, ഈ പുളി ഒഴിച്ചാൽ മതി. പുളി പിഴിഞ്ഞ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണത്. ഒരു 3 സ്പൂണോളം വരും. അപ്പം നമുക്ക് ഈ തേങ്ങയൊന്നും ഇട്ട് അരയ്ക്കൊന്നും വേണ്ട. ഇത് പൊടിച്ചമ്മന്തി പോലെ അരക്കില്ല. അരക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരക്കാം കേട്ടോ, പക്ഷെ ഇത് അരക്കില്ല. അരക്കാത്തൊരു സംഭവം. അപ്പം നമുക്ക് അയ്യോ ഇല്ല, പോവില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ പിന്നെ എല്ലാവരും പറയും അയ്യോ അരക്കണ്ട കേട്ടോ, അത് അരപ്പ് പോലെയായി പോകും. അരപ്പിന് എന്താ പറയുക, അരവിന്ന് അരവ് പോലെയായി പോകും. അതേപോലെ പൊടിയായിട്ട് മതി എന്ന് പറയും.
അപ്പം ചമ്മന്തി റെഡിയായി. ചമ്മന്തി ഇതാ ഇതൊന്ന് സെറ്റാവണം. എന്നിട്ട് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പുളി ഒഴിക്കുമ്പം പുളീൻ്റെത് അറിയണമെങ്കിൽ പുളി കൂടുതലായിട്ട് നിൽക്കും. കുറച്ച് ഉപ്പാണെങ്കിൽ ഉപ്പ് കൂടുതൽ അതിനാവശ്യമായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സെറ്റായി അവിടെ. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ചെറിയ ഫ്ലെയിം വെച്ചിട്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. അത് കരിയാതെ എത്രമാത്രം മുരിഞ്ഞ് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അല്ലാതെ നമ്മളിപ്പം ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു ചമ്മന്തി അല്ലേ, എല്ലാം കൂടി അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം കല്ലില്ലാത്തത് കൊണ്ട് എല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതിയല്ലോ വിചാരിക്കും. ഞാൻ സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണിത്. ഇത് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം ട്രെയിനിലൊക്കെ കുറേ ദൂരം ഇരുന്ന് പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകില്ലേ, അപ്പോൾ ഈ കറിയൊക്കെ ആകുമ്പോൾ ഒഴിച്ച് ചാടും. അപ്പോൾ ഇങ്ങനത്തെ ചമ്മന്തി അത് കിട്ടുന്നത് വെച്ചിട്ടുള്ള ചമ്മന്തി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ഇഞ്ചി ചമ്മന്തി ഉണ്ടാക്കാം. ഓ അതെ 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 അതെ. ഇനിയിപ്പോൾ മാങ്ങയാണ് വിചാരിച്ചേ, നമ്മളിപ്പോൾ ഈ ചാമ്പങ്ങ അല്ലേ, ചാമ്പങ്ങ ചതച്ചില്ലേ, അതിന് പകരം മാങ്ങ ചതയ്ക്കാം. മാങ്ങ തോല് കളയണം, അല്ലെങ്കിൽ അതിങ്ങനെ സെയിമായിട്ടുണ്ടാക്കാം. അതെന്താ നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല ഇപ്പോൾ കഞ്ഞിയോ കുട്ടികൾക്ക് വീട്ടിൽ ഇതേപോലത്തെ ചമ്മന്തിക്ക് ഞാൻ കിട്ടുന്നതുകൊണ്ട് ഉണ്ടാക്കും. എന്നിട്ട് അവരോട് പറയും എന്താണെന്ന് പറയാനേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി അതുപോലെ ഉണ്ടാക്കാൻ പറയും. ചിലപ്പോൾ കിട്ടാത്ത സാധനമായിരിക്കും. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ നല്ലതാണ്, ചോറ് തിന്നാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചമ്മന്തി ഉണ്ട്, 2 ദോശ തിന്നണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടി ദോശ തിന്നാം, ചപ്പാത്തി, പൊറോട്ട ഒക്കെ കഴിക്കാം. എന്തിൻ്റെ കൂടെ ചമ്മന്തിയാണ്. സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാമ്പങ്ങ ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫാക്കാം. അവസാനത്തെ എന്താ പറയുക, ഫിനിഷിങ് ടച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, അതിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓഫാക്കുകയാണ്. ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഓഫാക്കുന്നതിന് മുമ്പ് അടിയിലുണ്ടായ ചൂടുണ്ടല്ലോ, നമ്മൾ ഈ തേങ്ങ പെട്ടെന്ന് പിടിക്കുന്നൊരു സംഭവമാണ് അത് അടിയിൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങ് വേറൊരു രൂപത്തിലേക്ക് പോകും. ചമ്മന്തി അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റണം. അതെ, ശരിക്കും പച്ചമുളക് മീനാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ശരിക്കും ചമ്മന്തി പൊടിയല്ലെങ്കിലും പീരച്ചമ്മന്തി പോലെ തോന്നും. മീൻ പീര വെച്ച പോലെ മാത്രമല്ല, ഉപ്പുമാവ് കിടക്കുന്ന പോലെ തോന്നുന്നു. ഉപ്പുമാവ് കിടക്കുന്ന എന്തൊക്കെയാ തോന്നുന്നുണ്ടല്ലേ. പൊടിച്ചമ്മന്തി, അത് ചമ്മന്തി അരച്ച ചമ്മന്തി, പൊടിച്ചമ്മന്തി. അതേപോലെ തന്നെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടല്ലോ, അരച്ചിട്ട് വറവിടും. ചമ്മന്തി അരച്ചതും കൊണ്ടൊക്കെ എടുത്തിട്ട്, അപ്പോൾ അരച്ച ചമ്മന്തി കാണുമ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഒരു ഇതില്ല. അപ്പോൾ അതെടുത്തിട്ടൊന്നും കൂടി വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വറവിട്ടാലുണ്ടല്ലോ ടേസ്റ്റ് ആയിരിക്കും. എത്ര പൊടിയായിട്ട് ഇരിക്കില്ല അത് എന്നേ ഉള്ളൂ. പിന്നല്ല അത്. അതെ അതെ, തരട്ടെ, കയ്യിലോട്ടാണ് രുചി നോക്കി. ചൂടുണ്ടാവേ, അത് കുഴപ്പമില്ല, ഏത് ചൂടും സഹിക്കും. അടിപൊളി കേട്ടോ. ഞാൻ ശരിക്കും സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ചാമ്പങ്ങ ചമ്മന്തി കഴിക്കുന്നത്. ആണല്ലേ. നോക്കിയേ, ഈ ചാമ്പങ്ങ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കാന്നറിയോ, ചാമ്പങ്ങ ശരിക്കും കാണാനില്ല. അഥവാ കാണുന്നത് ചെറിയ ഉള്ളിയാണ് വിചാരിക്കും.
അതെ അതെ അല്ലേ? ഒരാൾക്ക് പിടിക്കുക ഇത് കഴിക്കുന്നവരൊക്കെ ചാമ്പങ്ങ ചമ്മന്തിയാണെന്ന് പറയാൻ പറ്റൂല. കണ്ടോണ്ടിരിക്കുന്നവർക്ക് പറയാം, കാണാത്തവർ ചോദിക്കുന്നത് എന്താ സാധനം. അതെ, അടിപൊളി ടേസ്റ്റാണ്. അതിനകത്ത് ഈ പച്ചമുളകിൻ്റെയും പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും കൂടെ ഒന്നിച്ച് ചേരുവയെല്ലാം കൂടെ മിക്സായി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ മുരിക്കാമായിരുന്നു. പക്ഷേ കൂടുതൽ എണ്ണ നമ്മളെ വയറ്റിലോട്ട് പോകുന്നത് ശരിയല്ല, നല്ലതല്ല. അതുകൊണ്ട് ഇത്ര മുരിച്ചത്. ഇതിപ്പോ കറക്റ്റാണ്. ഇതിപ്പോ നല്ല ചോറിനൊക്കെ നല്ല ചൂട് ചോറിന്. മറ്റേത് എണ്ണ കൂടിയാൽ ഇത് വായിലിടുമ്പോണ്ടല്ലോ എണ്ണ ഇനിയും വയൽ, അതൊരു സുഖമല്ല. ചമ്മന്തിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നില്ല നമുക്ക്, ഉള്ളത് പോവല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മധു ടീച്ചർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാമ്പങ്ങ ചമ്മന്തി വളരെ സൂപ്പറാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. ചാമ്പങ്ങ മിക്ക വീടുകളിലും തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ച് ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇല്ലാത്തവർ അടുത്ത വീട്ടിൽ പോയി തീർച്ചയായിട്ടും പറിച്ചുകൊണ്ട് വന്ന് വെച്ച് നോക്കണം അല്ലേ? അതെ 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 അതെ. 2 ചാമ്പങ്ങ പറിക്കാൻ ചെന്നത് ആരും ഒന്നും പറയാല, ഒന്നും പറയില്ല. കുട്ടികൾക്ക് തിന്നാനാന്ന് പറഞ്ഞാൽ എന്നിട്ട് വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്കും കൊടുക്കാം. അതാ നിങ്ങളെ ചാമ്പങ്ങ കൊണ്ടുള്ള ചമ്മന്തി ഇതാ ഒന്ന് കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇത് കഴിച്ചു നോക്കി എന്താന്ന് പറയാവോ. അടിപൊളി ടീച്ചറെ, നല്ല സൂപ്പർ ചമ്മന്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ടീച്ചർ ഉണ്ടാക്കിയ വിഭവങ്ങൾ എല്ലാം നല്ലതാണ്. ചാമ്പങ്ങ ചമ്മന്തി അടിപൊളി. ഓക്കെ, അപ്പം എല്ലാവരും ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.